ഹായ്, നാച്ചുറൽ ഡിലൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മഷ്റൂം ബെഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തന്നു. അത് ഇനി എങ്ങനെ ഫാമിൽ എളുപ്പത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ രണ്ട് രീതിയിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ ഒരു രീതിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക. എല്ലാ ബെഡുകളും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കും. ഈ രീതി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് വശമാണ് നമ്മൾ ഏകദേശം കൂണ് വരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയും, ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ വശത്തു കൂടെയാണ് കൂണ് വരിക. അപ്പോൾ ഒരു രീതി ഇങ്ങനെയാണ്. അപ്പോൾ അടുത്ത രീതി, രണ്ടാമത്തെ രീതി ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ബെഡ് മേക്ക് ചെയ്ത ബെഡുകൾ പുതുതായിട്ട് വേറൊരു ഫാമിലാണ് വെക്കുക. ആ ഫാമിൽ കാണിച്ചു തരാം. ബെഡുകൾ മേക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പുതുതായിട്ടുള്ളൊരു ഫാമിലാണ് സെറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വെച്ച ബെഡുകളാണ്. നമ്മളെങ്ങനെ ഹാങ് ചെയ്യാന്നുള്ള രീതി ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ബെഡ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പാണ്. ഈ റോപ്പിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 3 mm ആണ്. 3 mm മതി കേട്ടോ തിക്നെസ്. കൂടുതൽ തിക്നെസ് 4 mm 5 mm ആകുമ്പോൾ കൂടുതലായിട്ട് ഭയങ്കര കട്ടി വരും. അപ്പോൾ അത്രയ്ക്ക് വേണ്ട, 3 mm തിക്നെസ് മതി. ഈ തിക്നെസ് ഉള്ള ഇത് മുകൾക്കൂടെ നമ്മളൊരു കമ്പി ഇങ്ങനെ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ ഓടിക്കും. അപ്പോൾ ആ കമ്പിമ്മക്ക് എത്തുന്ന രീതിയിൽ ഒരു അളവെടുക്കുക താഴെ വരെ. എന്നിട്ട് അതിനെ എൻ്റെ രീതിയിൽ 2 കയറ് 2 റോപ്പ് ആ രീതിയിൽ. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. നമുക്കല്ലാത്ത രീതിയിലൊക്കെ പല ആളുകളും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞാൽ ഉറി കെട്ടാൻ തന്നെ നല്ല ടൈം എടുക്കും ഇത് കെട്ടി തൂക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ്. ഈ റോപ്പിൻ്റെ ഈ ഭാഗത്തൊരു ജസ്റ്റ് ഒരു കെട്ടിടുക. എന്നിട്ട് ഈ കയറിൻ്റെ ഈ കമ്പീൻ്റെ മുകൾ കൂടെ ഇടണം. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തുന്നില്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടോ അങ്ങനെ ഇട്ടാലും മതി. ഞാൻ പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് കൂടെ വരും. നമ്മളിപ്പോൾ ഈ റോപ്പ് അതിൻ്റെ മേലക്കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ എത്തുമ്പോൾ കണ്ടില്ലേ, താഴത്ത് കറക്റ്റ് അളവിൽ ഈ 4 എണ്ണം കൂടി നമ്മൾ 2 റോപ്പാണ് അതിൻ്റെ മേലക്കൊണ്ട് ഇടുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ 4 റോപ്പാവും, ഈ സൈഡത്തെ ഈ സൈഡും കൂടി കൂട്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ 2 തറ്റം കൂടി ഇങ്ങനെ ഒരുമിച്ചൊന്ന് കെട്ടണം. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 കയറ് കിട്ടും. ഇങ്ങനെ 4 കയറ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ ബെഡ് ഇങ്ങനെ തൂക്കുന്ന സമയത്ത് ഓരോ ബെഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 4 കഷ്ണം കയറും കൂടി വേണം. അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സെറ്റ് ചെയ്യാൻ ഈ ഒരളവിൽ, ഒരുപാട് വലിപ്പം വേണ്ട, ഈ ഒരളവ് മതി. ഈ ഒരളവിൽ ഒരു 4 കഷ്ണം റോപ്പും കൂടി വേണം. നമ്മൾ എത്ര ബെഡാണോ വെക്കുന്നത്, ഇപ്പോൾ 4 ബെഡാണ് വെക്കുന്നെങ്കിൽ ഇങ്ങനത്തെ 3 എണ്ണം മതി. ഇനി നിങ്ങൾ 5 എണ്ണം വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 4 ഇത് വേണം. അപ്പോൾ ഇതിൻ്റെ തുമ്പുഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടണം. ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്വയർ മാതിരി കിട്ടും. ഇങ്ങനത്തെ 3 ഇതും പിന്നെ ഈ ഒരു റോപ്പ് മതി നമ്മൾ ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ടപ്പോൾ അങ്ങനെ പിരിഞ്ഞെടുക്കുന്നുണ്ട്, അതൊന്ന് റെഡിയാക്കുക.
ജസ്റ്റ് ഒന്ന് രണ്ട് കയറാക്കി എടുക്കുക. പിന്നെ പറഞ്ഞാൽ ഈ റോപ്പ് താഴെ വെച്ചിട്ട് നമ്മൾ തന്നെ ഉള്ളെങ്കിൽ ഈ റോപ്പ് താഴെ വെച്ചിട്ട് ഒരു ബെഡ് എടുത്തിട്ട് ഇവിടെ വെക്കുക. പിന്നെ ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ ഈ ബെഡ് അയാൾ വെച്ച് തരും, നമ്മളത് എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പം ഇങ്ങനെ ആ റോപ്പിനെ പിടിക്കുക. അടിയിൽ ചെറിയൊരു പിരിച്ചിലുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയതിന് ശേഷം ഈ കയറ് ഇങ്ങനെ കെട്ടി വെച്ച കയറ് 3 എണ്ണം ഇതിലിടുക. അത് 3 എണ്ണം ഇതിലെങ്ങനെ കയറണം കേട്ടോ, ആ കയറുന്ന രീതിയിലിടണം. എന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഈ ബെഡ് എടുക്കുക. ഇതിപ്പോൾ അങ്ങനെ 4 റോപ്പിൻ്റെ ഇടയിൽ അങ്ങനെ സെറ്റാവും. ഈ ഫസ്റ്റത്തെ ബെഡ് വെക്കാൻ മാത്രമേ കുറച്ച് ഒരു റിസ്ക് ഉള്ളൂ. അത് 2 ആളുകളുണ്ടെങ്കിൽ സിമ്പിളാണ്. ഒറ്റയ്ക്കാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു 5-6 പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. പിന്നെ വെച്ച് ശീലമാവും. പിന്നെ ഈ 2 കയറുകൾ മുകളിലോട്ട് ഇതാക്കിയിട്ട് ഇതിൻ്റെ ഒരു റോപ്പ് ഇങ്ങനെ താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ് ഫോൾഡിങ് ആയി ഇവിടെ. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, രണ്ടാമത്തെ ബെഡ് വെക്കാം. അടുത്ത ബെഡ് എടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ വെച്ചാൽ മതി. എന്നിട്ട് ഈ കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. എന്നിട്ട് ഒരു കയറ് ഫോൾഡ് ചെയ്യുക. പിന്നെ ഈ ബെഡും കറക്റ്റായിട്ട് അവിടെ ഫോൾഡായി. പിന്നെ അടുത്ത ബെഡ് എടുക്കുക. ഇതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെക്കുക. ഈ കയറ് അങ്ങോട്ടും വലിച്ചിടുക. ഇത് ടൈറ്റ് ആക്കുക. പിന്നെ എടുത്തെടുക്കുക. ഇങ്ങനെ 4 എണ്ണം തന്നെ വെക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബെഡുകൾ എന്ന് പറഞ്ഞാൽ 2 അടി ഹൈറ്റുള്ളതുകൊണ്ട് 4 എണ്ണം വെക്കുമ്പോൾ തന്നെ 6 അടീൻ്റെ മേലെ പോകും. പിന്നെ ഇതിൻ്റെ മേലോട്ട് വെക്കുമ്പോൾ നമുക്ക് കൂണ് വരുമ്പോൾ പറിക്കാനൊക്കെ പാടായതുകൊണ്ട് ഈ ഒരു ഹൈറ്റിലേ വെക്കുന്നുള്ളൂ. നിങ്ങളത് ഇപ്പോൾ ചെറിയ ബെഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ ഇപ്പോൾ 6 എണ്ണോ ചിലപ്പോൾ 7 എണ്ണം വരെ ഹാങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും പിന്നെ വളരെ സിമ്പിളായിരിക്കും. അങ്ങനെ സിമ്പിളാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കണ്ട, പെട്ടെന്ന് തന്നെ പണി തീരും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇത് കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ ഇത് ഹാങ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഒരേ രീതിയിൽ ഇങ്ങനെ അടുത്തടുത്ത് ഹാങ് ചെയ്ത് വെക്കാം. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് വശത്ത് മാത്രമേ മഷ്റൂം വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ഇത് മേക്ക് ചെയ്യുക, ഹാങ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ്. ഇനിയിപ്പോൾ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇതിപ്പോൾ 4 റോപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി 3 റോപ്പ് വെച്ചിട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് പക്ഷേ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വിട്ട് വെക്കുന്ന രീതിയിൽ ചെയ്യണം. അതും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചതാ. അയ്യോ, അപ്പോൾ അടുത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പൊക്കെ സെയിം തന്നെ, 3mm പ്ലാസ്റ്റിക് റോപ്പ്. നമുക്ക് ഈ മേലെന്ന് താഴെയുള്ള അളവ് പിടിക്കുക. കഴിഞ്ഞ ഇതിൽ നമ്മൾ 2 ലെയറായിരുന്നു എടുത്തിരുന്നത്. ഈ പ്രാവശ്യം 3 ലെയറാണ് വേണ്ടത്. ഇങ്ങനത്തെ ആ ഏറ്റവും മുകൾ ഭാഗത്തുനിന്ന് താഴെ വരെയുള്ള അളവിൽ 3 കയറ്. മൂന്ന് കയറെടുത്തിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കെട്ടുക. ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുള്ളൂ. എന്നിട്ട്
ഈ ഭാഗം അതിൻ്റെ മേലക്കൂടെ ഇടണം. ഒന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞതിൽ പറഞ്ഞ മാതിരി സ്റ്റാൻഡിൽ കയറിയിടാം, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം നമ്മൾ എറിഞ്ഞ് അതിൻ്റെ മേലക്കൂടെ ഇട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കയറ് ഇങ്ങനെ 3 കയറുണ്ടല്ലോ ഇവിടെ കെട്ടിയ സ്ഥലത്ത്, അതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരെണ്ണം അങ്ങനെ കയറ്റി വരണം. എന്നിട്ട് മേലെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അതവിടെ ടൈറ്റ് ആവും. ഇപ്പോൾ അത് ടൈറ്റായി. ഇനിയിപ്പോൾ നമ്മളവിടെ കയറി കെട്ടേണ്ട ആവശ്യമില്ല, അവിടെ ടൈറ്റ് ആയിട്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ മൂന്ന് റോപ്പാണില്ലേ, 3 റോപ്പായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട പറഞ്ഞാൽ ഇങ്ങനെ PVCൻ്റെ പൈപ്പാണ്. ഇങ്ങനെ ചെറിയൊരു അളവിൽ കട്ട് ചെയ്തെടുക്കുക. PVCയോ അങ്ങനെ എന്തിനെങ്കിലും പൈപ്പ് മതി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ റോപ്പിൻ്റെ ചെറിയ കഷ്ണം എടുത്ത് കെട്ടിയാലും മതി. PVCൻ്റെ പൈപ്പാണ്, എളുപ്പമാണ്. അത് നമ്മൾ ഇതിൻ്റെ ഈ തുമ്പ് 3 ഉള്ളിൽ കൂടെ ഇടുക. 3 കയറിൻ്റെ ഉള്ളിൽ കൂടെ ഇടണേ. 3 കയറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇവിടെ ഒരു കെട്ട് ഇട്ടുക. അപ്പം അതവിടെ ലോക്കായി കിടന്നോളും. ഇനിയിപ്പോൾ നമുക്ക് ബെഡ് വെക്കാം. ഇപ്പം നമ്മളെ ഇത് റോപ്പ് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ബെഡ് എടുത്ത് വെക്കാം. നേരത്തെ മാതിരി തന്നെ ഒരു ബെഡ് എടുക്കുക. ആരെങ്കിലും സഹായത്തിന് ഉണ്ടെങ്കിൽ സുഖമാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് വെക്കുക. ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്ന കയറുകളൊന്ന് റെഡി ആക്കണേ. താഴെ കൊണ്ടുവരിക. നമ്മൾ ഇട്ട ഈ PVC നേരെ മേലോട്ട് കയറ്റിയിട്ട് ഈ 3 കയറ് ഇങ്ങനെ അകത്തി പിടിച്ചിട്ട് തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, നേരത്തെ 4 റോപ്പായിരുന്നു, ഇതിപ്പോൾ 3 റോപ്പ്. ഉള്ളിൽ വെക്കുക. ഈ ഒരെണ്ണം താത്തി കഴിഞ്ഞാൽ അത് ലോക്കായി. ഇതിപ്പോൾ ലോക്കായി. ഇനിയിപ്പോൾ അടുത്ത ബെഡ് നമുക്ക് വെക്കാം. അടുത്ത ബെഡ് എടുക്കുക. ഈ PVC പൈപ്പ് ഇങ്ങനെ മേലോട്ടാക്കുക, കൂടെ കയറ്റി വെക്കുക. പിന്നെ അടുത്ത ബെഡ് എടുക്കുക. ഇനി വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഒരു ബെഡ് കൂടി വേണമെങ്കിൽ വെക്കാം. അത് ഹൈറ്റ് പറിക്കാൻ ഹൈറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ വെക്കാം. ഇതിപ്പോൾ നമുക്ക് അടിയിൽ കുറച്ച് ഈ ഉറി തമ്മിൽ വ്യത്യാസം എന്നാൽ ഇതിവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, ഇതിവിടെ ചേർന്നിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ കയറ് കെട്ടിയ കുറച്ചും കൂടി ഇങ്ങനെ വണ്ണത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ കയറ് ഇതിൽ കെട്ടുകയാണെങ്കിൽ ഇതും കുറച്ച് ഇങ്ങനെ ചേർന്നിരിക്കും. അപ്പോൾ ഈ ഉറി കെട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മറ്റുള്ള എൻ്റെ ബെഡുകൾ ഇങ്ങനെ അടുപ്പിച്ചിടാൻ പറ്റില്ല. ഇതിങ്ങനെ തിരിഞ്ഞ് കളിക്കും. അപ്പോൾ അതിങ്ങനെ ഇത് കെട്ടുമ്പോൾ നമ്മൾ കൂൺ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അകത്തി ഇടണം. അകത്തി ഇടുമ്പോൾ നമുക്ക് കൂണ് വരാൻ വേണ്ടിയിട്ട് ഈ സൈഡും എവിടെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി വിട്ട് ഇടണം. അങ്ങനെയാണ് 2 സിസ്റ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതാണ്. ഇതാകുമ്പോൾ ഈ സൈഡുകളിൽ കൂടെ ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. മറ്റത് ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം അടുപ്പിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ 2 രീതിയിലുള്ള സെറ്റിംഗ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. രണ്ടും സിമ്പിൾ ആയിട്ടില്ല. നമ്മൾ ചില ആളുകൾ സെറ്റ് ചെയ്യുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ നല്ല നമുക്ക് 3-4 ബെഡ് കെട്ടണമെങ്കിൽ തന്നെ നല്ലൊരു പണിയാണ് അത് സെറ്റ് ചെയ്യണമെങ്കിൽ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ തുടർന്നും ഞാൻ എൻ്റെ ഓരോ ഐഡിയകളും ഞാൻ എൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഞെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.